ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഏറ്റവും അധികം പ്രശ്നത്തിലായിരിക്കുന്നത് പ്രവാസികളാണ്. ഇറാനിലെ അമേരിക്കൻ ആക്രമണം ഏറ്റവും അധികം വ്യാപിക്കുന്നത് ഇന്ത്യയും കേരളത്തെയുമാണ്. അതിൽ നിന്ന് കരകയറാനും ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലായി 1 കോടിയോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലും മലയാളികളുമാണ്. സംഘർഷം രൂക്ഷമായാൽ ഇവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഒരു മനുഷ്യായുസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ചവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഭാവി അവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായേക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശിവൽക്കരണം ഇപ്പോൾ തന്നെ കേരളീയരുടെ തൊഴിൽ സാധ്യതയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് യുദ്ധം മൂലമുള്ള പ്രശ്നങ്ങളും എത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ഇത്തരം ഇടങ്ങളിലേക്ക് ഇറാൻ നിരവധി തവണ ആക്രമണം നടത്തിക്കഴിഞ്ഞു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കടുത്തുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളുണ്ട്. മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജോലിക്കെത്തുന്ന തൊഴിലാളികളെ താമസ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നുണ്ട്. ഭീഷണി ഒഴിഞ്ഞതിനു ശേഷമാണ് സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നത്. സ്ഥിതിഗതികൾ ഇങ്ങനെ പോവുകയോ ഇതിലും രൂക്ഷമാവുകയോ ചെയ്താൽ ജോലിയും ശമ്പളവും ഇല്ലാതാകുമോ എന്ന പേടിയിലാണ് പ്രവാസികൾ. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇറാൻ സംഘർഷം കാര്യമായി ബാധിക്കും. സുഗന്ധവ്യഞ്ജനങ്ങൾ, ബസുമതി അരി തുടങ്ങിയവയാണ് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കൂടുതൽ കയറ്റി അയക്കുന്നത്. 2024-25 വർഷത്തിൽ മാത്രം 8.55 ലക്ഷം മെട്രിക് ടൺ ബസുമതി അരിയാണ് ഇറാനിലേക്ക് കയറ്റി അയച്ചത്. 2024 കയറ്റി അയച്ചത് 38.72 മെട്രിക് ടൺ ഏലമാണ്. ഇന്ത്യയിൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്നതിൽ കൂടുതലും കേരളത്തിലാണെന്നും ഓർക്കണം. ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നത് ഹോർമൂസ് കടലെടുക്കാണ്. എണ്ണയുൾപ്പെടെയുള്ളവ നമ്മുടെ നാട്ടിലെത്തിക്കാനുള്ള ചെലവ് പരമാവധി കുറയ്ക്കാൻ ഈ കടലെടുക്ക് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. സംഘർഷം കടുത്തതോടെ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചതായാണ് റിപ്പോർട്ട്. ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക നീക്കത്തിന്റെ പകുതിയോളം നടക്കുന്നത് ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. ഒരു ദിവസം 55 ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇതിൽ പകുതിയോളം ഹോർമൂസ് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അമേരിക്കൻ വ്യാപാര കരാറിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കുത്തനെ കൂടുന്നതിനാകും ഹോർമൂസ് അടച്ചതിടയാക്കുക. എണ്ണവില കൂടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും ഇടയാക്കും. ഹോർമൂസ് അടച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾക്ക് യാത്രാദൂരം കൂട്ടും. ഇപ്പോഴുള്ളതിനേക്കാൾ 20 ദിവസത്തോളം അധികം സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ഇത് സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും ഇടയാക്കിയേക്കും. ഇന്ത്യ ഇറാനിൽ ഏറെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ചബഹാർ തുറമുഖത്ത്. അമേരിക്കൻ ആക്രമണത്തിൽ അതിഭീകരമായ നാശനഷ്ടമാണ് ചബഹാർ തുറമുഖത്തിനുണ്ടായത്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ തുറമുഖത്തിന്റെ പുനർനിർമ്മാണം നടത്തണമെങ്കിൽ കോടികൾ ചെലവാക്കേണ്ടി വരും. അതേസമയം ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തിയ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയായി ദുബായ് ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. സന്ദർശകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നു മുതൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നാണ് അറിയിപ്പ്. ഇറാന്റെ തിരിച്ചടിയുടെ ഭാഗമായി ഗൾഫ് മേഖലയിലെ സൈനിക നീക്കങ്ങളും മിസൈൽ ആക്രമണങ്ങളും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കനത്ത ജാഗ്രതയ്ക്ക് കാരണമായ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. വിനോദസഞ്ചാരികളും പ്രവാസികളും ധാരാളമായി എത്തുന്ന കേന്ദ്രമായതിനാൽ ജനക്കൂട്ടം ഒഴിവാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കടുത്ത മുന്നറിയിപ്പുമായി നേരത്തെ UAE രംഗത്തെത്തിയിരുന്നു. ഇനിയും ആക്രമണമുണ്ടായാൽ രാജ്യം ശക്തമായ പ്രതിരോധത്തിലേക്കും തിരിച്ചടിയിലേക്കും നീങ്ങുമെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്നലെ മുതൽ ഇറാൻ ആക്രമണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് UAEയുടെ കടുത്ത പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.